നമുക്ക് രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ചന്ദ്രമതിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നുവാണ്. കാരണം താൻ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിട്ടുള്ള ആള് സച്ചിയാണ്. എന്നിട്ട് സച്ചി മാത്രമാണ് തന്റെ പിറന്നാൾ ഓർത്തിരിക്കുന്നത്. ബാക്കി മക്കളൊന്നും ഓർത്തില്ല. അല്ലെങ്കിൽ സച്ചിയാണ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയൊക്കെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമതിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നി. ആരെയാണോ താൻ ഏറ്റവും കൂടുതൽ അകറ്റി നിർത്തിയത് അവരാണിപ്പോ തന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നത്. താന് പലപ്പോഴും ചവിട്ടി അടച്ചിട്ടുണ്ട് സച്ചിയെ. എന്നിട്ട് പോലും തന്നോട് ഇത്ര മാത്രം അവൻ സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവന്റെ ഉള്ളിൽ എത്ര സ്നേഹം ഉണ്ടായിരിക്കും. ആ ഒരു തിരിച്ചറിവ് ചന്ദ്രമതിക്ക് ഉണ്ടാകുന്നുണ്ട്. ഈ സമയം സച്ചിന്റെ അവധിയൊക്കെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. വീട് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നേരത്തെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രീകാന്തിനെ എല്ലാവരും കൂടെ വിളിച്ച് വീടും കാര്യങ്ങളും എല്ലാം ഡെക്കറേറ്റ് ചെയ്യുകയൊക്കെയാണ്. ഈ സമയത്ത് ചന്ദ്രമതി ഭാമയെ വിളിക്കുന്നത്. അങ്ങനെ ഭാമയെ വിളിച്ചിട്ട് എൻ്റെ പിറന്നാളാന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. അപ്പോഴേക്കും ഭാമ വിഷ് ചെയ്തു, ഹാപ്പി ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു. അല്ല, വൈകുന്നേരം എന്താ ആഘോഷമുണ്ടോ? സച്ചിന്റെ അവധി അവരെന്തൊക്കെയോ പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഉദ്ദേശിച്ച പോലെ ഒന്നുമല്ല. ഞാൻ കരുതിയത് എൻ്റെ പിറന്നാൾ എല്ലാവരും മറന്നുപോയി കാണുന്ന. ശ്രുതി വരെ മറന്നുപോയി. പക്ഷെ സച്ചിന്റെ അവധി അതൊക്കെ ഓർക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ചന്ദ്രേ, സച്ചി അവനാളും എടുക്കണമെന്നുള്ള കാര്യം പറഞ്ഞില്ലേ. ഇനിയെങ്കിലും നീ അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ശ്രുതിയുടെ സ്വഭാവമൊന്നും അല്ല സച്ചിക്കെന്ന് പറഞ്ഞു. അങ്ങനെ കോള് വിളിച്ചു കഴിഞ്ഞ് ഇത്തിരി സമയം കഴിഞ്ഞപ്പോഴത്തേനും ഭാമയെ കാണാനായിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ ഭാമയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഭാമ പറഞ്ഞു, എൻ്റെ ശ്രുതി, നീ എന്നെ കൊല്ലാക്കൊല ചെയ്യിക്കാൻ വേണ്ടി വന്നാണോ? എന്താ ആൻറ്റി ഇങ്ങനെയൊക്കെ പറയണേ? ആൻറ്റിക്ക് അറിയാലോ എൻ്റെ മനസ്സിൻ്റെ വിഷമം എങ്ങനെയാന്ന്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടേക്കൊന്ന് കയറി ചെല്ലണം. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ആൻറ്റിയോടല്ലാതെ വേറെ ആരോടും എൻ്റെ സങ്കടങ്ങളൊന്നും പറയാനില്ല. ഭയങ്കരമായിട്ട് ഭാമയുടെ മുന്നിൽ കിടന്ന് അങ്ങോട്ട് അഭിനയിച്ച് തകർക്കുവാണ് ശ്രുതി. ഭാമയ്ക്കാണെങ്കിലോ ഇത്തിരി സങ്കടം കണ്ടു കഴിഞ്ഞാൽ ഭാമ അതിനകത്ത് വീഴുകയും ചെയ്യും. തൻ്റെ സ്വന്തം മകളെ പോലെയാണ് ശ്രുതിയെ കരുതുന്നതൊക്കെ. പെട്ടെന്ന് ഭാമ പറഞ്ഞു, അല്ല നീ ഇത്ര സങ്കടപ്പെടേണ്ട കാര്യം എന്താ? അറിയാലോ അങ്ങനെയൊന്നും ചന്ദ്ര വീഴുന്ന ആളല്ല. ആൻറ്റി എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി എന്നെ അവിടേക്കൊന്ന് കയറ്റാൻ ശ്രമിക്കും. നല്ല കഥയായി. ഇന്ന് ചന്ദ്രയുടെ പിറന്നാളാ. അവിടെ എല്ലാവരും ആഘോഷിക്കുക. പിറന്നാളോ ആൻറ്റിയുടെയാ? അതെ, ഇന്ന് ചന്ദ്രയുടെ പിറന്നാളാ. സച്ചിൻ്റെ അവധി എല്ലാവരും കൂടെ ചേർന്നിട്ട് അടിപൊളിയാക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞേ. ഓ അങ്ങനെയാണല്ലേ. ആൻറ്റി ഒത്തിരി താങ്ക്സ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തിനാ? അല്ല, അവിടുത്തെ അമ്മയുടെ പിറന്നാളാന്ന് പറഞ്ഞല്ലോ, അതിനിപ്പം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബാക്കി ഞാൻ ചെയ്തോളാം ആൻറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് ചെല്ലുന്നത്. അപ്പോഴേക്കും മീര, ചെന്താടി ശ്രുതി, നിനക്ക് ഭയങ്കര സന്തോഷമാണല്ലോ. അതെ, എനിക്ക് അവിടെ കയറി പറ്റാനായിട്ട് ഒരവസരം കിട്ടുമെന്ന് പറഞ്ഞു. എവിടെ കയറി പറ്റാനായിട്ട്? ഓ എൻ്റെ പൊന്നോ, അതെ ശ്രുതിയുടെ വീട്ടില്. എങ്ങനെ കയറി പറ്റുമെന്ന്? ഇനി അടുത്ത അടവാണോ? അടുത്ത ഗർഭനാടകം കളിക്കാൻ പോവാണോ? അതൊന്നും അല്ല. പിന്നെയോ? എടി എൻ്റെ അമ്മായിമ്മയുടെ പിറന്നാളാ ഇന്ന്. അതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും നിനക്ക്? എടി എൻ്റെ അമ്മായിമ്മയുടെ സ്വഭാവം നിനക്കറിയാലോ. പണമോ സ്വർണവും കണ്ടാൽ അവര് വീഴൂന്ന് പറഞ്ഞു. ബെസ്റ്റ്. അതിനിപ്പോൾ പണമോ സ്വർണവും കൊടുത്ത് വീഴിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? ഇല്ലല്ലോ. എടി അതല്ല, പിറന്നാളിന് നല്ലൊരു സ്വർണ്ണ നെക്ലേഴ്സ് അങ്ങോട്ട് സമ്മാനം കൊടുത്താലോ? നെക്ലേഴ്സോ? അതെവിടുന്ന്? എടി എൻ്റെ ഒരെണ്ണം കൊടുക്കാം. എങ്ങനെയുണ്ട്? കൊണ്ടേ കൊടുക്കാനോ? നിനക്കെന്താ തലയ്ക്ക് ഭ്രാന്തുണ്ടോന്ന് ചോദിച്ചോ? എടി അതിനൊക്കെ വഴിയുണ്ട്. എടി ഇതുമായിട്ട് നീ അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ നിന്നെ അവിടേക്ക് കയറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഒരു കാരണവശാലും ഇല്ല. നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കുള്ളൂ ശ്രുതി. വെറുതെ മെനക്കേണ്ട കാര്യമൊന്നുമില്ല. വെറുതെ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ചെന്ന് നാണം കിട്ടി ഇറങ്ങി പോരാന്നുള്ളൂ. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ഇവിടെയാണ് എൻ്റെ ബുദ്ധി. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിനക്കറിയാവോ? ഞാനല്ല ഇത് കൊണ്ടേ കൊടുക്കാൻ പോന്നേ. പിന്നെയോ? ഇത് കൊണ്ടേ കൊടുക്കാൻ പോന്നേ നീയാന്ന് പറഞ്ഞു. ഞാനോ? അതെ, നീ ഇത് കൊണ്ടേ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അതെ എൻ്റെ പൊന്നോ, അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്നെ അവിടുന്ന് അവരടിച്ചിറക്കും. വെറുതെ ഞാൻ എന്തിനാ അവരുടെ തല്ല് കൊള്ളുന്നേ? അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. എടി പ്ലീസ്, എനിക്ക് വേണ്ടി നീ ഇത്രയെങ്കിലും ചെയ്യില്ലേ? ഒരു കാര്യം ചെയ്യുക, എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ഹെൽപ്പ് ചെയ്യണമെന്ന്? ഇതേ അവിടെ കൊണ്ടുപോയല്ല, നീ ഞാൻ തരുന്ന ഗോൾഡുമായിട്ട് അവിടെ ചെല്ലണം. അത് അമ്മയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. നീ എന്നെ കൊലയ്ക്ക് കൊടുത്ത് അടങ്ങോളില്ലേ? ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അവർക്ക് കള്ളത്തരം മനസ്സിലാവും. അടി സാരമില്ലടി, എങ്ങനെയെങ്കിലും ഒരു ഉപകാരം ചെയ്യാനൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ മീരയുടെ കയ്യെ കാലേ വീഴുവാണ് ശ്രുതി. ഒടുവിൽ മീര സമ്മതിച്ചു, പോകാമെന്നൊക്കെ സമ്മതിക്കുവാണ്. അങ്ങനെ അതൊക്കെ ഒരു ഗിഫ്റ്റ് പാക്കറ്റായിട്ട് പൊതിഞ്ഞെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു,
എടി ആഘോഷത്തിന്റെ സമയമൊക്കെ ഞാൻ ഭാമാൻ്റെയോട് ചോദിച്ചിട്ടുണ്ട്. ഉച്ച കഴിയുമ്പോഴാന്നാ പറഞ്ഞ് ആ സമയത്ത് നീ ചെന്നാ മതി എന്ന് പറഞ്ഞു. ദൈവമേ, തടി കേടാവാതെ എനിക്ക് ഇവിടെ തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. ആ സച്ചിയൊക്കെ ആള് എങ്ങനെ എന്താവെന്ന് അറിയത്തില്ല. ആ സമയത്ത് രേവതി സച്ചിയൊക്കെ വീടൊക്കെ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തു. പിന്നെ ഒരു ഉഗ്ര സദ്യ തന്നെ സച്ചിൻ രേവതി എല്ലാവരും കൂടെ ചേർന്ന് ഒരുക്കുന്നുണ്ട്. ആ സമയം ശ്രീകാന്തും കൂടെ വന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ഡെക്കറേറ്റ് ചെയ്യാനും സദ്യയൊക്കെ ഒരുക്കാനായിട്ട്. വർഷയ്ക്കൊക്കെ സന്തോഷമായിരുന്നു. ചന്ദ്രമതി ഇതെല്ലാം കണ്ട് മാറി ഇന്ന് ആസ്വദിക്കുകയാണ്. ചന്ദ്രമതിക്ക് സന്തോഷമായി. ചന്ദ്രമതിയെ അതിലൊന്നും ഉൾപ്പെടുത്തിയില്ല. അമ്മ മാറി നിന്നാ മതിയെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതിയെ പുറത്തു പോലും ഇറക്കിയില്ല. ഞങ്ങൾ കാര്യങ്ങളൊക്കെ നോയിക്കൊള്ളാന്ന് പറഞ്ഞു. രവീന്ദ്രൻ അവരോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് മനസ്സിലായി ഈ പിറന്നാള് അടിപൊളിയായിട്ട് ആഘോഷിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കണേന്ന്. അങ്ങനെ എല്ലാം ഡെക്കറേഷൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതിയെ പോയി വിളിക്കുവാണ് ശ്രീകാന്ത്. അമ്മയെ വരാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുമ്പോഴത്തേനും അവരെല്ലാം മറിഞ്ഞു നിന്നിട്ട് പാർട്ടി പോപ്പൊക്കെ പൊട്ടിക്കുവാണ്. അത്ര നല്ല ആഘോഷമായിട്ട് തന്നെ ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതിക്ക് സന്തോഷമായി. ഹാളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നന്നായിട്ടെല്ലാം അലങ്കരിച്ച് കേക്കൊക്കെ വെച്ച് ഹാപ്പി ബർത്ത്ഡേ അമ്മയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ചന്ദ്രമതി വന്നു നിന്നപ്പം രവീന്ദ്രൻ പറഞ്ഞു, അതെ സന്തോഷമായിട്ട് നീ അങ്ങോട്ട് കേക്ക് കട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതി കേക്ക് കട്ട് ചെയ്ത് അതിന് രവീന്ദ്രന് കൊടുത്തു. പിന്നെ സച്ചിക്കും രേവതിക്കും എല്ലാവർക്കും കൊടുക്കുകയാണ്. ചന്ദ്രമതിക്ക് സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു. തൻ്റെ പിറന്നാള് താൻ കരുതി എല്ലാവരും മറന്നുപോയെന്നാ. പക്ഷെ അതൊക്കെ ഓർത്ത് വെച്ച് ഇവരെ ആഘോഷിക്കുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത. അങ്ങനെ കേക്ക് കട്ട് ചെയ്തും കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ അടുത്ത ഗിഫ്റ്റ് കൊടുക്കലാണ്. അപ്പൊ ശ്രീകാന്തും വർഷയും കൊടുത്തു. സച്ചിൻ രേവതി അവരുടെ ഒരു ചെറിയ ഗിഫ്റ്റ് അതവർ ചന്ദ്രമതിക്ക് കൊടുക്കുകയാണ്. രേവതി പറഞ്ഞു, അധികം വലിയ വിലയുടെ ഒന്നും അല്ലമ്മേ, ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളതെന്ന് പറഞ്ഞു. രവീന്ദ്രൻ പറഞ്ഞു, എൻ്റെ മോളെ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ മനസ്സാണത്, അത് വിലയുടെ അല്ലല്ലോ കാര്യം. ഒരു ചെറിയ മുട്ടുസൂചി കൊടുത്താലും അല്ലെങ്കിൽ ചേർത്ത് പിടിച്ചൊരു ഉമ്മ കൊടുത്താലും അതൊരു ഗിഫ്റ്റ് തന്നെയാണ്. അതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മറ്റൊന്നിനും പകരം വെക്കാൻ പറ്റാത്തതാന്നൊക്കെ പറഞ്ഞു. ആ സമയത്താണ് മുറ്റത്തൊരു സ്കൂട്ടി വന്നിന്ന് അത്തന്നെ മീര ഇറങ്ങുവാണ്. മീര കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി. എന്താണെങ്കിലും അങ്ങനെ മീര അങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴത്തേനും രേവതി സച്ചി എല്ലാവരും ഒരു നിമിഷം അമ്പരന്ന് പോയി. മീരയെ കണ്ടുകഴിഞ്ഞപ്പം രവീന്ദ്രൻ ചോദിച്ചു, നീ എന്താ ഇവിടെയെന്ന് ചോദിച്ചു. അത് പിന്നെ ഞാൻ ആന്റിയുടെ പിറന്നാളല്ലേ, ഒന്ന് വിഷ് ചെയ്യാൻ വന്നാ. പിറന്നാളോ? അത് നീ എന്തിനാ വിഷ് ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചു. ചന്ദ്രമതിക്ക് ദേഷ്യമായിരുന്നു. ചന്ദ്രമതി പറഞ്ഞു, അവളെങ്ങാനും പറഞ്ഞു വിട്ടാണോ നിന്നെ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആ ശ്രുതിയുടെ കൂടെ നടന്ന് നീ നിന്റെ ജീവിതം കൂടെ വെറുതെ താർക്കാൻ ശ്രമിക്കരുത്. അത് കേട്ടത് മീര പറഞ്ഞു, ആന്റി എന്താണെങ്കിലും ആന്റിയുടെ പിറന്നാളല്ലേ, ശ്രുതി എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് അന്ന് ഇട്ടിട്ടുണ്ട്, അത് തരാൻ വേണ്ടി ഞാൻ വന്നാ. എനിക്ക് അവളുടെ ഗിഫ്റ്റും വേണ്ട ഒന്നും വേണ്ട, മര്യാദയ്ക്ക് പോകാൻ നോക്ക് എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, അമ്മേ ശ്രുതി ഗിഫ്റ്റ് അന്ന് വിട്ടല്ലേ, എത്രയാന്ന് പറഞ്ഞാലും അമ്മയുടെ മരുമോളല്ലേ അവളു, ഇതേ മിണ്ടാതിരുന്നോണം നീ എൻ്റെ അടുത്ത്. അവള് ഗിഫ്റ്റ് അന്ന് വിട്ടിട്ട് ഞാനത് വാങ്ങിക്കണമല്ലേ, ഇനി ഈ പേരും പറഞ്ഞുകൊണ്ട് അവൾക്ക് ഈ വീട്ടിലേക്ക് കയറാനാ, അവളുടെ തന്ത്രമൊക്കെ മനസ്സിൽ വെച്ചാൽ മതി. അപ്പോഴേക്കും മീര പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല ആന്റിയുടെ പിറന്നാളാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ശ്രുതിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഇങ്ങോട്ടേക്ക് വരാൻ പറ്റുന്നില്ലോ, അതുകൊണ്ട് ആന്റിക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അതാ എൻ്റെ തന്നു വിട്ടത്, അല്ലെങ്കിൽ വേണമെങ്കിൽ ശ്രുതിക്ക് വരായിരുന്നു, പക്ഷെ ശ്രുതി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഒടുവിൽ രവീന്ദ്രൻ വന്നു, ചന്ദ്രമതി ശ്രുതി തന്നു വിട്ടല്ലേ, അതെന്തായാലും വാങ്ങിക്കുക, നിനക്ക് പിറന്നാളായിട്ട് ഗിഫ്റ്റുമായിട്ട് വന്നതല്ലേ, പാമീരെ അകത്തേക്ക് കയറുക, എന്നിട്ട് കേക്കൊക്കെ എടുത്തു കൊടുക്കാൻ ചന്ദ്രമതിയോട് പറയാണ്. ചന്ദ്രമതിക്ക് നല്ല ദേഷ്യമായിരുന്നു. പക്ഷെ എന്നാലും ഒടുവിൽ രവീന്ദ്രൻ എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ട് ആ ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു വെച്ചു. മീരയ്ക്ക് സന്തോഷമായി. എന്താണെങ്കിലും ഗിഫ്റ്റ് തുറന്നു കഴിയുമ്പോഴത്തേനും ശ്രുതിയുടെ അമ്മായിമ്മയുടെ കണ്ണു തള്ളും, ഉറപ്പായിട്ട് ശ്രുതിയെ വീണ്ടും ഈ വീട്ടിലേക്ക് വിളിക്കും എന്നൊരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ മനസ്സിൽ. ഇനിയിപ്പോൾ നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം. ആ നെക്ലേഴ്സ് കണ്ട് ചന്ദ്രമതിയുടെ കണ്ണ് മഞ്ഞളിക്കുമോ, വീണ്ടും ശ്രുതിയെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റുമോ എന്നൊക്കെ, അതിൻ്റെ കഥകൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.